മഫ്ത സ്റ്റിക്കറും ബാഗിൻ്റെ സ്റ്റിക്കറും എല്ലാം കൃത്യമായി പതിച്ച് അതിനുശേഷം ലഗേജുകൾ കൃത്യമായി പ്രിപ്പയർ ചെയ്ത് യാത്ര പുറപ്പെടേണ്ട സമയം അറിയിച്ചു കഴിഞ്ഞാൽ അതിന് മുമ്പ് നമ്മുടെ ജില്ലാ മെഡിക്കൽ ഓഫീസറുടെ നേതൃത്വത്തിൽ ഒരു മെഡിക്കൽ ക്യാമ്പ് കൂടി നടത്തി അവിടെ വന്ന് ഒരു മെഡിക്കൽ സർട്ടിഫിക്കറ്റ് കരസ്ഥമാക്കി ഹാറ്റ് കാർഡ് കയ്യിൽ സൂക്ഷിച്ച് യാത്രയ്ക്ക് മുമ്പ് ഈ യാത്രാ ക്രമീകരണങ്ങളൊക്കെ പൂർത്തീകരിച്ച് വീട്ടിൽ നിന്ന് 2 റക്അത്തിന്റെ സുന്നത്ത് നമസ്കരിച്ച് വീണ്ടും യാത്ര പുറപ്പെട്ട് നെടുമ്പാശ്ശേരി ഹജ്ജ് ക്യാമ്പിലെത്തുമ്പോൾ അവിടെയും ഒരു അപരിചിതത്വമുണ്ടാകരുത്. ഇത് 1-ാം ഘട്ട ക്ലാസ്സിൽ പറഞ്ഞതാണ്, ഇത് 2-ാം ഘട്ട ക്ലാസ്സിൽ പറഞ്ഞതാണ്, ഇത് 3-ാം ഘട്ട ക്ലാസ്സിൽ ഞങ്ങളോട് ഉണർത്തി ഞങ്ങളുടെ മനസ്സിൽ കൊണ്ടു നടന്ന ഒരു ഹജ്ജ് ക്യാമ്പാണ്. അങ്ങനെ അവിടെ നമ്മൾ സന്തോഷപ്രദമായി ആ ക്യാമ്പിൽ പങ്കുചേർന്ന് വിമാനത്തിൻ്റെ സമയത്തിന് 3 മണിക്കൂർ മുമ്പ് ക്യാമ്പിൽ നിന്ന് വീണ്ടും നമ്മളെ ഹജ്ജ് ക്യാമ്പിൽ നിന്ന് എയർപോർട്ടിലേക്ക് കൊണ്ടുപോകുമ്പോൾ അവിടെയും നമ്മൾക്കൊരു പരിചിത കുറവുണ്ടാകരുത്. അവിടെയും നമ്മൾ വളകൾ തരും, മാലകൾ തരും, പാസ്പോർട്ട് തരും, ടിക്കറ്റ് തരും. അതുപോലെ തന്നെ അനുബന്ധ രേഖകളൊക്കെ കിട്ടിക്കഴിയുമ്പോൾ അങ്ങോട്ട് പോകുവാനുള്ള ബോർഡിംഗ് പാസും ഇങ്ങോട്ട് വരുന്നതിനുള്ള ബോർഡിംഗ് പാസും ടിക്കറ്റുകളുമൊക്കെ നമ്മൾ സൂക്ഷിച്ചു വച്ച് അവിടെ നിന്ന് വിമാനത്തിൽ കയറുന്നതിന് മുമ്പ് ഇമിഗ്രേഷൻ, സെക്യൂരിറ്റി, മറ്റ് സംവിധാനങ്ങളൊക്കെ കഴിഞ്ഞ് ഇതുപോലെ കൂടിയിരുന്ന് വിമാനം വന്നു. വിമാനം സൗദി എയർലൈൻസിൻ്റെ വിമാനത്തിൽ കയറി. വിമാനത്തിൽ കയറുമ്പോഴും നമ്മൾക്ക് ഒരു അപരിചിതത്വം ഉണ്ടാകരുത്, ഒരു സംശയമുണ്ടാകരുത്. ഇത് നമ്മുടെ 1-ാം ഘട്ട ക്ലാസ്സിൽ പറഞ്ഞതാണ്. 2-ാം ഘട്ട ക്ലാസ്സിൽ 3 പീടികയിലിരുന്നപ്പോൾ വിശദമായി പറഞ്ഞു തന്നതാണ്. അങ്ങനെ 5.5 മണിക്കൂർ വിമാനത്തിൽ ഇരിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ വീണ്ടും നമ്മൾ ആവശ്യം വന്നാൽ അത് പ്രയോജനപ്പെടുത്തി 5.5 മണിക്കൂർ വിമാനത്തിലിരുന്ന് ജിദ്ദ എയർപോർട്ടിൽ ഇറങ്ങി. അവിടെയും ഒരു വിദേശിയായ അല്ലെങ്കിൽ മറ്റൊരു രാജ്യത്ത് നിന്ന് സൗദി രാജ്യത്തേക്ക് വരുന്ന തീർത്ഥാടകൻ അവിടെ എന്തെല്ലാം ക്രമീകരണങ്ങൾ, കടമ്പകൾ കടക്കണം, അല്ലെങ്കിൽ എന്തെല്ലാം പരിശോധനകൾക്ക് വിധേയമാകണം, അതൊക്കെ കഴിഞ്ഞ് വീണ്ടും മുത്തൗഫ് ഇന്ത്യൻ ഹജ്ജ് മിഷൻ്റെ ഉദ്യോഗസ്ഥർ നമ്മെ സ്വീകരിക്കും. അവിടെ വച്ച് നമ്മുടെ പാസ്പോർട്ട് മുത്തൗഫിൻ്റെ ആളുകൾ വാങ്ങിക്കും. അതിനുശേഷം അതിന് പകരം തരുന്ന അടയാളങ്ങൾ ധരിച്ച് വീണ്ടും നമ്മൾ ബസ്സിൽ കയറി 80 കിലോമീറ്റർ സഞ്ചരിച്ച് നമ്മൾക്ക് താമസം ഒരുക്കിയിട്ടുള്ള വിശുദ്ധ ഭൂമിയിലെ അസീസിയ എന്ന് പറയുന്ന സ്ഥലത്തെ ലക്ഷ്യമാക്കി നമ്മൾ തൽബിയത്തുകൾ അധികരിപ്പിച്ചുകൊണ്ട് ഇൻഷാ അല്ലാഹ് മക്കയിലെ താമസ സ്ഥലമായ അസീസിയയിലെ ഏതെങ്കിലും ഒരു ബിൽഡിങ്ങിൽ താമസിക്കും. ഏതൊരു ബസ് സ്റ്റോപ്പിൽ ഏതൊരു ബ്രാഞ്ചിൻ്റെ കീഴിലാണോ താമസിക്കുന്നത് അവിടെ നിന്ന് എത്രാം നമ്പർ, 1-ാം നമ്പർ അല്ലെങ്കിൽ 13 വരെയുള്ള ഏതെങ്കിലും ഒരു ബസ് നമ്പർ എഴുതിയ ബസ്സിൽ കയറി ഉംറ നിർവഹിക്കുവാൻ വിശുദ്ധ കഅബാലയത്തെ ലക്ഷ്യമാക്കി 12 കിലോമീറ്റർ അല്ലെങ്കിൽ അസീസിയയിൽ നിന്ന് മക്കയുടെ ഏതെങ്കിലും പരിസരത്തുള്ള ബസ് സ്റ്റാൻഡിൽ വന്ന് ഇറങ്ങി വിശുദ്ധ ഹറമിൽ പ്രവേശിച്ചു. ആദ്യമായി വിശുദ്ധ കഅബാലയം കാണുമ്പോൾ ദുആ ചെയ്തു. വീണ്ടും മതാഫിലിറങ്ങി ഉംറയുടെ തവാഫ് ചെയ്തു, സഹി ചെയ്തു, മുടി മുറിച്ചു, തഹല്ലുലായി. വീണ്ടും നാം വാഹനത്തിൽ കയറി അസീസിയയിലെത്തി. ഹജ്ജുമമാർ ബിൽഡിങ്ങിൽ വന്നതിന് ശേഷം മുടി മുറിച്ചു, തഹല്ലുലായി, സാദാ വസ്ത്രം ധരിച്ച് നാം മക്കയിൽ താമസിക്കും. ദുൽഹജ്ജ് 7 വരെ മക്കയിൽ താമസിക്കുമ്പോൾ പ്രധാനപ്പെട്ട ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ ക്ലാസ്സിൽ എന്തെല്ലാമാണ് പറഞ്ഞത് എന്ന് അവിടെ ഓർമ്മ വരും. ഒരാശുപത്രിയിൽ പോകേണ്ടി വന്നാൽ ഹജ്ജ് വോളണ്ടിയർ, നമ്മുടെ കൂടെയുള്ള ഹജ്ജ് ഇൻസ്പെക്ടർ, അദ്ദേഹത്തിൻ്റെ സേവനം പ്രയോജനപ്പെടുത്തി ഹജ്ജ് മിഷൻ്റെ സംവിധാനം, പ്രവാസികളുടെ സഹായങ്ങൾ എല്ലാം കരസ്ഥമാക്കി നാം ദുൽഹജ്ജ് 7 വരെ മക്കയിൽ താമസിക്കും. ദുൽഹജ്ജ് 7-ന് വീണ്ടും മുത്തോഫിൻ്റെ അടയാളങ്ങൾ ഒന്നുകൂടി മിനാ ടെൻറ്റിൻ്റെയും മറ്റും ധരിച്ച് മെട്രോ ട്രെയിനിൻ്റെ അടയാളങ്ങളും വളകളുമൊക്കെ ധരിച്ച് അവിടെ നിന്ന് വീണ്ടും നാം മിനാ താഴ്വര, കൂടാരങ്ങളുടെ നാടായ മിനാ താഴ്വരയിലേക്ക് യാത്ര പോകും. ദുൽഹജ്ജ് 8-ൻ്റെ അന്ന് രാത്രി വരെ മിനയിൽ താമസിക്കും. അവിടെ നിന്ന് വീണ്ടും ദുൽഹജ്ജ് 8-ൻ്റെ രാത്രി മിനയിൽ നിന്ന് നാം ഇൻഷാ അല്ലാഹ് വിശുദ്ധ അറഫ മൈതാനിയിൽ ദുൽഹജ്ജ് 9 ളുഹറിന് മുമ്പായി മുഴുവൻ ലോകത്തിൻ്റെ നാനാഭാഗത്ത് നിന്ന് വന്ന ലക്ഷോപലക്ഷം ജനങ്ങളും ആ അറഫ മൈതാനിയിലെത്തും. അള്ളാഹു നമ്മെ അവിടെ എത്തിപ്പിക്കുമാറാകട്ടെ. ളുഹർ മുതൽ മഗ്രിബ് വരെ ആ അറഫയിൽ നിന്ന്
കരഞ്ഞ് പാപം പുറത്ത് സ്വർഗം കരസ്ഥമാക്കി എന്ന് ഉറപ്പ് വരുത്തി അവിടെ നിന്ന് തിരിച്ചു വരാൻ അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. മുസ്ദലിഫയിൽ വന്നു, പാർത്തു, സുബൈ നമസ്കരിച്ചു, കല്ലുപറക്കി സുബൈ നമസ്കരിച്ചു. വീണ്ടും അവിടെ നിന്ന് നാം മിനയിലേക്ക് വരും, മിന ടെൻറ്റിൽ വരും. അവിടെ നിന്ന് വീണ്ടും നമുക്ക് കല്ലേറിന് ജംറത്തുൽ അഖബയിൽ പോകണം, കല്ലേറ് നടത്തണം. 7 കല്ലെറിഞ്ഞു, വീണ്ടും അറവ് നടത്തി, മുടി വടിച്ചു, 1-ാം തഹല്ലുലായി സാദാ വസ്ത്രം ധരിച്ച് മിനയിൽ താമസിക്കും. ദുൽഹജ്ജ് 10-ൻ്റെ അന്ന് തന്നെയോ അല്ലെങ്കിൽ പിന്നീട് ദിവസങ്ങളിലോ ആയി മക്കയിലെത്തി ഹജ്ജിൻ്റെ തവാഫും സഹിയും കർമ്മങ്ങൾ നിർവഹിക്കും. 11-ൻ്റെ അന്നും 12-ൻ്റെ അന്നും 13-ൻ്റെ അന്നുകൂടി 3 ജംറയിലും 7 വീതം കല്ലെറിഞ്ഞ് മിനയിൽ പാർത്ത് ഹജ്ജ് കർമ്മം പൂർത്തീകരിച്ച് ബസ്സിൽ കയറി നാം പഴയ അസീസിയ താമസ സ്ഥലത്തേക്ക് വരും. മടക്കയാത്രയുടെ 10 ദിവസം മുമ്പ് അല്ലെങ്കിൽ 9 ദിവസം മുമ്പ് വീണ്ടും വിദായിൻ്റെ തവാഫ് ചെയ്ത് ഇൻഷാ അള്ളാഹ് ലഗേജുകളൊക്കെ ബസ്സിൽ കയറ്റി 450 കിലോമീറ്റർ സഞ്ചരിച്ച് അള്ളാഹിൻ്റെ ഹബീബ് നമ്മുടെ നേതാവ് മുത്തു മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം അന്ത്യവിശ്രമം കൊള്ളുന്ന മസ്ജിദുൻ നബവിയെ ലക്ഷ്യമാക്കി 8 മണിക്കൂർ സഞ്ചരിച്ച് മദീനയിലെത്തി, കുളിച്ച് വെള്ളവസ്ത്രം ധരിച്ച് അത്തറ് പൂശി മസ്ജിദുൻ നബവിയിലെത്തി അള്ളാഹിൻ്റെ ഹബീബിൻ്റെ ചാരത്ത് ചെന്ന സലാത്തു വസ്സലാമു അലൈക യാ ഹബീബല്ലാ യാ റസൂലല്ലാ എന്ന് സലാം പറഞ്ഞ് മദീനയിൽ 8 ദിവസം 40 വഖത്ത് താമസിച്ച് നമസ്കരിച്ച് അതിനിടയിൽ പ്രധാനപ്പെട്ട സ്ഥലങ്ങൾ സന്ദർശിച്ച് അല്പം ഈത്തപ്പഴവും തസ്ബീ മുസല്ല ഒരു ഹാജിക്ക് യോഗ്യമായ സാധനങ്ങളൊക്കെ വാങ്ങി ലഗേജുകൾ പ്രിപ്പയർ ചെയ്ത് ബസ്സിൽ കയറി വീണ്ടും മദീന എയർപോർട്ടിലെത്തി. പാസ്പോർട്ട് നമ്മുടെ കയ്യിൽ കിട്ടി. എമിഗ്രേഷനും സെക്യൂരിറ്റിയും മറ്റ് കസ്റ്റംസും ഒക്കെ കഴിഞ്ഞ് ഇതുപോലെ കൂടിയിരുന്ന വിമാനം വന്ന് വിമാനത്തിലിരുന്ന് 5.5 മണിക്കൂർ ക്ഷീണം കൊണ്ട് ഉറങ്ങി ഇൻഷാ അള്ളാഹ് നെടുമ്പാശ്ശേരി എയർപോർട്ടിൽ തിരിച്ചെത്തി. അവിടെ നിന്ന് വാഹനത്തിൽ കയറി നമ്മുടെ 3 പീടികയിലും വാടാനപ്പള്ളിയിലും ചാവക്കാടും കൊടുങ്ങല്ലൂരും തൃശ്ശൂരും അതുപോലെ ചാലക്കുടിയിലും വടക്കാഞ്ചേരിയിലും കുന്നംകുളത്തും തിരിച്ചെത്തുന്നത് വരെ ഒരു നല്ല രൂപം